എന്ന് പിന്നാലെ കൂടിയതാ. സൈഡ് കൊടുത്തിട്ട് കയറി പോകുന്നുമില്ല. നീ വണ്ടി വിടറ. വരണം വരണം. ഓ, എന്നാ മുടിഞ്ഞ മഴയായിരുന്നു. എന്നാലും കൃത്യസമയത്ത് എത്തിക്കളഞ്ഞല്ലോ. കൃത്യത, വിശ്വസ്തത, അതാണ് ഷെട്ടി കോർപ്പറേഷൻ. അത് പിന്നെ ഞങ്ങൾക്ക് ഉറപ്പില്ലയോ? അല്ലെങ്കിൽ പിന്നെ ഇത്രയും കോടിയും ലക്ഷവും ഒക്കെ ചുമ്മാ പുളിങ്കുരി പോലും അങ്ങോട്ട് പെറുക്കി തരുവോ? അല്ല, നമ്മള് മാത്രമേ ഉള്ളല്ലോ എന്ന് ഓർത്താ. എന്നാലും വേണ്ട ജോസഫേ. ഓ, ആ, എല്ലാവർക്കും മേക്കപ്പ് തുടങ്ങാം. നിനക്കും തുടങ്ങാം. ശരി, വന്നാട്ടെ. ഹലോ. എന്തായാലും ഈ നാടകം കളി ഇതിനൊക്കെ നല്ല മറയാ. ഒരുവിധപ്പെട്ടവരൊന്നും സംശയിക്കത്തില്ല കേട്ടോ. ഹലോ ഹലോ ഹലോ
ബഷീർ റിവേഴ്സ്. ഷെട്ടി. ഹാജി സാബ്, ഐ ചേഞ്ച് മൈ മൈൻഡ്. ശത്രുവല്ല ഞാൻ, മിത്രമാണ്. മിത്രം. You're my friend. I just want to talk to you. Let us finish our conflicts. Satyamana Haji Saab, I am not your enemy. Why are you so tensed up? എന്തിനാണ് ഭയപ്പെടുന്നത്? ബഷീർ ഭായ്, what happened to your boss? എന്ത് അനാവശ്യമാണ് നീ കാണിച്ചത്? Why did you trespass into my area? Why? എന്റെ രഹസ്യങ്ങളുടെ അണ്ണാക്കിലേക്ക് നിന്റെ തിരുവല്ലക്കാരൻ പത്രക്കാരനെ കുത്തിക്കേറ്റത് എന്തിനെന്ന്? ഓക്കെ, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ഇനി ആവർത്തിക്കരുത്. യെസ്, ഇനി നീ ആവർത്തിക്കില്ല. നെവർ. താങ്ക് യു ബഷീർ. ടേക്ക് ഹിം. താഹിറുപ്പ, ഓൻ വന്നിട്ടുണ്ട്. Tahir Sahib, my deepest condolences. Enough and more. നമസ്കാരം. വരി. CM വന്നിട്ടുണ്ട്. കുഞ്ഞലി പോയിക്കോ. ഓ. ഇരിക്കേ. നിങ്ങൾക്കിത് വേണം താർ സാഹിബേ. ഈ കുഞ്ഞലവിയെ പോലുള്ള അറാമ്പറപ്പുകളല്ലേ നിങ്ങൾ പൊക്കിപ്പിടിച്ചോണ്ട് MLA മന്ത്രി ആക്കണം എന്നൊക്കെ പറഞ്ഞ് നടന്നത്. എന്നാ മന്ത്രി ആയപ്പോഴെങ്കിലും ഓനൊക്കെ ഒരു ഒളിവ് മറവൊക്കെ വേണ്ടേ? അത് പിന്നെ ഞാൻ ഒതുക്കി. ഈ ചത്തുപോയ ഹാജിയാരെന്തായിരുന്നു മുതലേ? മയ്യത്ത് ജാഥ അടിപൊളിയാക്കിയത് കേട്ടു. ചത്തവന് കൊന്നവന്റെ വക റീത്ത്. ഓ മുത്തുക്കുടയും കൂടി വന്നപ്പോ എല്ലാവന്റെയും മുണ്ടാട്ടം പൊട്ടിയോ? നായർ, ഐ നോ. യെസ്, റഹീം വാസ് എ ട്വിൻ ഹോൺ ക്രൂക്ക്. അത്തരക്കാരൻ നമ്മളെ പാർട്ടിയിലുണ്ട്, നിങ്ങളെ പാർട്ടിയിലുണ്ട്. പണ്ട് നമ്മൾ ഒന്നിച്ചു മരിച്ചപ്പോ നിങ്ങളുടെ ആചാര്യന്മാരുടെ ഹേമദണ്ഡം താങ്ങാനാവാതെ എന്റെ വാപ്പ ചങ്കു പൊട്ടിയാണ് മരിച്ചത്. ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത പ്രത്യയ ശാസ്ത്രങ്ങളുള്ള ഈ പാർട്ടിയുടെ വിഴുപ്പ് പിന്നെ ഞാൻ ചുമക്കേണ്ടി വന്നു. ക്രിമിനൽസിനെ സംരക്ഷിക്കാനല്ല, അക്ഷരം പഠിക്കാതെ അന്ധവിശ്വാസങ്ങൾ ആഴ്ന്നു കിടക്കുന്ന ഒരുപാട് പാവങ്ങളുണ്ട് പാർട്ടിയിൽ. അവരെ രക്ഷിക്കാൻ.
അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്നു എന്ന് അവർക്ക് തോന്നാൻ എനിക്ക് ഇവനെയൊക്കെ ചുമന്നേ പറ്റൂ. പൊളിറ്റിക്കൽ എത്തിക്സ് അല്ല ഇപ്പോഴത്തെ ഇമ്മീഡിയറ്റ് അജണ്ട. പ്രതിപക്ഷത്തിന്റെ ചോറുണ്ണുന്ന ഞങ്ങളുടെ കൂറ് ഭരണപക്ഷത്തിനോടാണെന്നത് അരമന രഹസ്യമല്ല. സോ യു മസ്റ്റ് ആക്ട്. യു മസ്റ്റ്. TV ക്യാമറയുടെ മുന്നിൽ അഭിനയമല്ല, ഗവൺമെന്റ് ആക്ഷൻ. ഈസി. നിങ്ങളോടൊരു വാക്ക് ചോദിക്കാനാണ് നമ്മൾ വെയിറ്റ് ചെയ്തത്. ഷെട്ടിയെ തൂക്കിയെടുത്ത് അകത്തോട്ട് ഇടാൻ പറയാം. മതിയോ? നോ നോ, അത് പാടില്ല. എവരി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. കൊന്നവനെ പിടിച്ചാൽ ചത്തവന്റെ ചരിത്രം നാട്ടുകാരറിയും. പാർട്ടിയുടെ ക്രെഡിബിലിറ്റി തകരും. അത് പാടില്ല. തകർന്നു കിടക്കുന്ന എന്റെ പാർട്ടി അണികളെ ഉഷാറാക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കാൻ പോകുന്നു. റഹീം സാഹിബിന്റെ കൊലയാളികളെ അറസ്റ്റ് ചെയ്യാത്ത സർക്കാരിനെതിരെ സംസ്ഥാന വ്യാപകമായ ഒരു സമരം, ഹർത്താൽ. ഒരാഴ്ച ആ തട്ടിപ്പ് അങ്ങനെ പൊടിപിടിക്കും. Then you should act. You must. എങ്ങനെ? റഹീം വധം അന്വേഷിക്കാൻ പുതിയൊരു പോലീസ് സൂപ്രണ്ടിനെ നിയമിക്കുന്നു. അത് ഞമ്മളുടെ ആളാവണം. ആ, മുഹമ്മദിനെ മതിയോ? മുഹമ്മദ് സർക്കാർ. മുഹമ്മദ് സർക്കാർ ആരാണ് അയാള്? ത്രിപുര കേഡറിലെ ഒരു പണിഷ്മെന്റ് കേസാ കക്ഷി. മലയാളി തന്നെ. മോനെ ഞാൻ നമ്മുടെ വർക്കല സോപ്പ് കമ്പനിയിൽ ഒതുക്കിയിരിക്കില്ലയോ? ആള് സേഫ് ആണെന്ന്. നിങ്ങൾക്ക് പറ്റിയ 2 നല്ല ദുശീലങ്ങളുമുണ്ട്. 1 അഴിമതി, 2 സ്വജനപക്ഷപാതം. ജാതി സ്പിരിറ്റ്. ഏത്